സ്പോട്ട് ലൈവ് തുടരുന്നു. കൊലപാതക കേസുകളും കൊട്ടേഷൻ പ്രവർത്തനവും രൂക്ഷമായതോടെ ഗുണ്ടകളെ കണ്ടെത്താൻ പോലീസ് നടപ്പാക്കിയ സംവിധാനമാണ് ജിയോ ടാഗിംഗ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റിന്റെ പരിധിയിലാണ് ജിയോ ടാഗിംഗ് സംവിധാനം പ്രവർത്തനം തുടങ്ങിയത്. ഗുണ്ടകളുടെ പ്രവർത്തന മേഖലകൾ അടയാളപ്പെടുത്തുന്ന സംവിധാനമാണിത്. കൊച്ചിയിലാണ് കേരളത്തിൽ ആദ്യമായി ജിയോ ടാഗിംഗ് നടപ്പിലാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ സമീപകാലത്താണ് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ വീണ്ടും സജീവമാകുന്നത്. സമീപകാലത്ത് നമ്മൾ കണ്ടതാണ് നിരവധി അക്രമ കേസുകൾ, കൊലപാതക കേസുകളൊക്കെ സംസ്ഥാനത്ത് അരങ്ങേറുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കൊട്ടേഷൻ സംഘങ്ങളുള്ള ജില്ലയാണ് എറണാകുളം. നിരവധി ഗുണ്ടകളുടെ സാന്നിധ്യമുള്ള സ്ഥലം. ഇപ്പോൾ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നു. ഈ ജിയോ ടാഗിംഗ് സംവിധാനം അതെങ്ങനെയാണ് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്? ഈ ഗുണ്ടകളെ എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്? കൊച്ചി നഗരത്തിലെ തന്ത്രപ്രധാന ഭാഗങ്ങൾ, പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ സ്റ്റേഡിയം തുടങ്ങിയ ബീച്ച്, പാർക്ക് തുടങ്ങിയ ഭാഗങ്ങൾ, അതുപോലെ രാത്രികളിൽ സജീവമായിരിക്കുന്ന തട്ടുകടകൾ തുടങ്ങിയിട്ടുള്ള തന്ത്രപ്രധാനമായ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ മാപ്പ്. അത് കൊച്ചിയുടെ ഡിജിറ്റൽ മാപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ജിയോ ടാഗ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ സാധാരണയായി ഗുണ്ടകളുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഗുണ്ടകളുടെ ആക്ടിവിറ്റികൾ ഉള്ള ഭാഗങ്ങൾ, അവരുടെ ഒളിത്താവളങ്ങൾ, അവർ സ്ഥിരമായി താമസിച്ചു വരുന്ന ഇടങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ ടാഗ് ചെയ്തിരിക്കുന്നത്. 1275 ഭാഗങ്ങളാണ് ഇപ്പോൾ ജിയോ ടാഗിംഗ് നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 95% നഗരത്തിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റി പൂർണ്ണമാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. കൊച്ചി നഗരത്തിലാണ് ആദ്യമായി ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. കൊച്ചിയുടെ 4 സബ് ഡിവിഷനിലുള്ള എല്ലാ പോലീസ് മേഖലകളിലും, സബ് ഡിവിഷൻ മേഖലകളിലും ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം, നേരത്തെ പട്രോളിംഗ് എന്ന് പറയുമ്പോൾ പട്രോളിംഗ് കവർ ചെയ്യാൻ ഒരു 35% വരെ കഴിഞ്ഞിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ അത് 95% അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ പോലീസിന് കഴിയുമെന്നാണ് ജിയോ ടാഗിങ്ങിലൂടെ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ACP-മാർ കൺട്രോൾ റൂമിലിരുന്ന് തന്നെ അവർക്ക് ജിയോ ടാഗിങ്ങുള്ള മേഖലകളിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി അറിയാൻ കഴിയും. അതുമാത്രമല്ല, പട്രോളിംഗ് ഇറങ്ങുന്ന പോലീസുകാർക്കും അതുപോലെ ACP-മാർക്കും SHO-മാർക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന് മറ്റൊരു ഇത് കൂടിയുള്ളത്, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുറത്തേക്ക് രക്ഷപ്പെടാൻ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തുള്ള ഗുണ്ടകളിലേക്ക് എത്താൻ, അന്വേഷണം എത്താൻ വളരെ വേഗം സഹായിക്കുന്ന ഒന്നാണ് ജിയോ ടാഗിംഗ് എന്നാണ് പോലീസ് കമ്മീഷണർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, 25, അതായത് നഗരത്തിൽ നിന്നും രക്ഷപ്പെടാൻ, പുറത്തേക്ക് പോകാനുള്ള 25 വഴികൾ കേന്ദ്രീകരിച്ച്, 25 ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കൂടി ഇതിന്റെ സംരക്ഷണ വലയം ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് നഗരം പെട്ടെന്ന് അടയ്ക്കാൻ, എന്തെങ്കിലും ഒരു അന്വേഷണം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടാൽ ഈ നഗരം പെട്ടെന്ന് 20-30 മിനിറ്റുകൾക്കുള്ളിൽ നഗരം ക്ലോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് നിരന്തര പരിശീലനത്തിലൂടെ ഈ 25-30 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് കൊണ്ടാക്കാൻ കഴിയുമെന്നാണ് പോലീസ് കമ്മീഷണർ അവകാശപ്പെടുന്നത്. ഇത് എന്തായാലും 1275 പോയിന്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുമതല ആർക്കാണ് ആജ്ഞ? ഈ കമ്മീഷണർ നേരിട്ടാണോ അതോ അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചുമതല വീതിച്ചു നൽകിയിരിക്കുകയാണോ? അത് ഏതൊക്കെ മേഖലകൾ തിരിച്ചാണ്? ഈ സിറ്റി പോലീസിന്റെ കമ്മീഷണറേറ്റിന്റെ പരിധിയിലാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ റൂറൽ പരിധിയിലേക്കും ഈ ജിയോ ടാഗിംഗ് സംവിധാനം നടപ്പിലാക്കാൻ കഴിയുമോ? കാരണം നമുക്കറിയാം, ഈ ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉള്ളത്. ആ മേഖലകളിലേക്കും ഈ ജിയോ ടാഗിംഗ് നടപ്പാക്കാൻ പോലീസിന് കഴിയുമോ അതോ നഗരപരിധിയിൽ മാത്രമാണ് ഉള്ളത്? ഇപ്പോൾ
നഗരപരിധിയിലുള്ള 4 കമ്മീഷണറേറ്റുകളുടെ, അതായത് 4 സബ് ഡിവിഷനുകളുടെ പരിധിയിലാണ് ടോം ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പം 4 ACP-മാർക്കാണ് ഇതിന്റെ ചുമതലയുള്ളത് എന്നാണ് കമ്മീഷണർ അറിയിച്ചത്. കമ്മീഷണർ മേൽനോട്ടത്തിൽ തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു നടപടി അല്ല നിരീക്ഷണം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും എല്ലാ സമയത്തും ACP-മാർ ഈ കൺട്രോൾ റൂമിൽ ഉണ്ടാവുകയും ജിയോ ടാഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മാപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള ഇടങ്ങളിൽ ACP-മാർ ഉണ്ടാവുകയും പട്രോളിംഗ് സംവിധാനത്തിലുള്ളവർ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് എൻക്വയറി വേണ്ടത് ആ ഭാഗത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഈ പട്രോളിംഗ് സംവിധാനത്തിൽ അല്ലെങ്കിൽ പട്രോളിംഗ് സിസ്റ്റത്തിലുള്ള ആളുകൾക്ക് കൂടി ഇത് ജിയോ ടാഗിംഗ് റീച്ചബിൾ ആകുന്ന തരത്തിലാണ് ഇത് രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ നഗരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഗുണ്ട ലിസ്റ്റിലുള്ള എല്ലാവരെയും ആഴ്ചയിൽ ഒരിക്കൽ പോയി കാണുക. പോലീസ് സംവിധാനത്തിൽ പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ആഴ്ചയിൽ ഒരിക്കൽ പോയി കാണുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. അത് സ്ഥിരം അതല്ല ആക്റ്റീവ് ആയിരിക്കുന്ന ഗുണ്ടയാണെങ്കിൽ, അതല്ല സ്ഥിരം കുറ്റവാളിയല്ല, മുൻപ് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് എന്നുള്ള സാഹചര്യത്തിൽ അത് 2 ആഴ്ചയിൽ ഒരിക്കലും, അതുപോലെ മുൻപ് വിരമിച്ച സാഹചര്യത്തിലേക്കുള്ള ഗുണ്ടകളാണെങ്കിൽ അത് മാസത്തിലൊരിക്കലും എന്നുള്ള നിലയിലേക്ക് പോലീസ് അവരുമായി ബന്ധം പുലർത്തണം, നിരീക്ഷണത്തിൽ ഉണ്ടാകണം. പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടാകുന്ന നിരന്തരം തങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അറിയുന്നതോടുകൂടി കുറ്റകൃത്യങ്ങളുടെ അളവ് കുറയ്ക്കാൻ, ഇന്റൻസിറ്റി കുറയ്ക്കാനാകുമെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം വളരെ ഫലപ്രദമാണ്. കൃത്യമായും ഈ ഗുണ്ടകളെ നിരീക്ഷിക്കാൻ സംവിധാനം വരുന്നു. അതോടുകൂടി തങ്ങൾ നിരീക്ഷണത്തിലാണ്, പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് കരുതുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളിൽ നിന്നും അവർ പിന്മാറുമെന്ന അനുഭവമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്താ പരമ്പര തന്നെ, അന്വേഷണാത്മക വാർത്താ പരമ്പര ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയും ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള സംവിധാനങ്ങൾ, നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. സ്പോട്ട്